തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF അല്ലെ കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയത് PM ശ്രീ പദ്ധതി ഒപ്പുവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഇപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്നു. ഇപ്പം അവർ പറയുന്നത് PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലെത്തി എന്ന് സതീശൻ തന്നെ പറയുന്നു. മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് PM ശ്രീ പദ്ധതിയുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പം അന്ന് വിവാദം ഉണ്ടാക്കിയവർ ഇന്ന് അതേ പദ്ധതിയെ അംഗീകരിക്കുന്നു. ഇതിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കാരണം കൂടി ഈ പറയുന്ന സതീശൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായി അതിൽ നിന്നുള്ള PM ശ്രീ പദ്ധതി പ്രകാരമുള്ള പണം നമുക്ക് ലഭിച്ചു എന്നും VD സതീശൻ അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞ സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം എടുത്തുകൊണ്ട് തന്നെ ഈ സർക്കാരിന് ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് കരിക്കുലത്തിൽ മാറ്റമുണ്ടാകില്ല, അപ്പം സ്കൂളുകളെ കുറിച്ച് കൃത്യമായി അറിയണം തുടങ്ങിയ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ പറയുന്ന പുതിയ സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഇങ്ങനെയൊരു വലിയ പ്രചരണം നടത്തിയത്? ഇവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറയുന്നൊരു പ്രചരണം എന്തിന്, അല്ലെങ്കിൽ അതിനൊരു വലിയ വിവാദമാക്കി മാറ്റി എന്തിനായിരുന്നു? അങ്ങനെ ഒരു വിവാദമുണ്ടാക്കുകയും ഇവിടെ ആ വിവാദത്തെ തുടർന്ന് ഇവിടെ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാവാനുള്ള സാധ്യതയിലേക്ക് വന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ PM ശ്രീ പദ്ധതിയിൽ V ശിവൻകുട്ടി അവിടെ ഒപ്പുവെച്ച സമയത്താണ് ഈ പറയുന്ന CPI-യുമായി ഒരു ചെറിയ ഉടക്കുണ്ടാവുന്നു. അന്നും വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അന്നും കരിക്കുലത്തിൽ മാറ്റം വരുത്തില്ല. കാര്യം വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. അതിൽ ആ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പാഠ്യപദ്ധതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ പറയുന്നതിൽ NEP പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ബില്ല് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. ഇപ്പം അക്കാര്യത്തിൽ ഉറപ്പുണ്ട്, സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായി ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ NEP അംഗീകരിക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഫണ്ട് മേടിച്ച് ഏതിൻ്റെയാണ്? ഫണ്ട് മേടിച്ചിരിക്കുന്ന SSKയുടെ ആണ്. സർവ്വശിഷ്യ അഭിയാൻ്റെ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനം മേടിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് രണ്ടാണ്. PM ശ്രീ വേറെയാണ്. ഈ PM ശ്രീ അല്ലെങ്കിൽ PM ശ്രീ രൂപീകരിച്ചതിൻ്റെയും SSA രൂപീകരിച്ചതും രണ്ട് കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ശിവൻകുട്ടി തന്നെ പറയുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന പോലെ PM ശ്രീ എന്താണ് PM ശ്രീ എന്ന് പറഞ്ഞാൽ അത് വരുന്നത് 2020 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുറത്തിറക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി എല്ലാ ഘടകങ്ങളും പൂർണ്ണമായി നടപ്പിലാക്കി ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യുന്ന എക്സംപ്ലർ സ്കൂളുകൾക്കായാണ് PM ശ്രീ സ്കൂളുകളെ കേന്ദ്രം വിവരിക്കുന്നത്. അതായത് ഓരോ ബ്ലോക്കിൽ നിന്ന് ഇത്ര സ്കൂളുകൾ എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടെ NEP എന്ന് പറയുന്നൊരു സംഭവം നടപ്പിലാക്കി മാതൃകാ സ്കൂളുകളാക്കി മാറ്റുന്നു. ഇപ്പം നമുക്ക് നേരത്തെ മോഡൽ സ്കൂളുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മാതൃകാ സ്കൂളുകളാക്കി മോഡൽ സ്കൂളുകളാക്കി മാറ്റിക്കൊണ്ട് പിന്നീട് ക്രമേണ ഈ പറയുന്ന NEP ബാക്കിയുള്ള ഭാഗങ്ങളിൽ നടപ്പിലാക്കുക. എന്നാൽ SSA എന്താണ്? സർവ്വശിക്ഷ എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഇത് രണ്ടാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന തുക സർവ്വശിക്ഷ അഭിയാൻ്റേതാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രാപ്യത, തുല്യത, ഗുണത എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി നടത്തി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി. അതായത് ഈ നഴ്സറി തലം മുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവിടെ എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം ലഭിക്കുക, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുക, ഒപ്പം എന്താ പറയുക വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിയാണ് പ്രാപ്യത എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തുന്ന കേന്ദ്ര സർക്കാർ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി തന്നെയാണ് സർവ്വശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടാണ് ഈ പറയുന്ന തുക ഇവിടെ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അപ്പം അല്ലാതെ ഇവർ പറയുന്ന പോലെ PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള തുകയല്ല ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുനിഷ്ഠമായിട്ട് അറിയാം. ഇനി ഇവിടെ കഴിഞ്ഞ സർക്കാർ അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമായിരുന്നോ? ഒരിക്കലും നടപ്പിലാക്കില്ലായിരുന്നു. നടപ്പിലാക്കാനുള്ള ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതിന് കാര്യം ഇതാ. ഇത് കേന്ദ്രം വെച്ചിരിക്കുന്ന നിലപാട് എന്താ? ഈ സർവ്വശിക്ഷ അഭിയാൻ്റെ ഫണ്ട് പോലും കിട്ടണമെങ്കിൽ 10,500 കോടി രൂപയുണ്ട്. ഈ പൈസ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കണം എന്ന് പറയുന്ന ഒരു കാര്യം കേന്ദ്രം അവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ടതാരാ? ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത് പാർട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വളരെ ചുരുക്കം
CPM അല്ലെങ്കിൽ ഒരാളേ ഉള്ളൂ, രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു MP ആയിട്ട് ഇടതുപക്ഷത്തിൻ്റെതായി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത്. ബാക്കി ഇരിക്കുന്ന ആരാ? ബാക്കി 18ഓളം വരുന്ന ആരുടെ പിന്നെ MP-മാരാണ്? UDFൻ്റെ MP-മാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നയം അവതരിപ്പിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് UDFൻ്റെ MP-മാർക്ക് കഴിയാതെ പോകുന്നത്? UDF അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് പോയിരിക്കുന്ന 18 MP-മാരെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ MP-മാരല്ലേ? അപ്പോൾ കേരളത്തിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുന്നതിനകത്ത് എന്തെങ്കിലും ചുരുക്കുണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെ അഡ്രസ്സ് ചെയ്യാനും അവിടുത്തെ മന്ത്രിമാരോട്, കേന്ദ്രമന്ത്രിയോട് ഈ കാര്യങ്ങൾ ചോദിക്കാനുമുള്ള കപ്പാസിറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ MP-മാർക്ക് ഇല്ലാതെ പോകുന്നത്? ഈ വിഷയങ്ങൾ സഭയിൽ ഉയർത്താത്തത് എന്തുകൊണ്ടാണ്? അതേസമയം ഇവിടെ മറ്റ് ഇടതുപക്ഷ MP-മാർ ഈ കാര്യങ്ങൾ ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും രണ്ട് പദ്ധതിയാണ്. സർവ്വശിക്ഷാ അഭിയാനം വേറെ ഒന്നാണ്, അതോടൊപ്പം തന്നെ PM ശ്രീയും വേറെ ഒന്നാണ്. ഇപ്പം ഒളിഞ്ഞു കളിക്കുകയാണ്. ഇപ്പം ശരിക്കും എന്താ ചെയ്യാൻ പോണത്? ഇപ്പം ഇതിനകത്ത് കുറ്റം പറയുന്ന ആരെയാണ്? ശരിക്കും VD സതീശൻ്റെ വാക്കുകൾ കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. VD സതീശൻ കുറ്റം പറയുന്നത് കഴിഞ്ഞ സർക്കാരിനെയാണ്, ഇടത് സർക്കാരിനെയാണ്. ഒപ്പിട്ടിട്ട് പോയി. ഇനി ഞങ്ങൾക്ക് ഒപ്പിടാതിരിക്കാൻ കഴിയില്ല. ഇനി ഞങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്ക് മുന്നിൽ ഒപ്പിച്ചു വെക്കുന്നു. അതെ, അതാണ് ഇപ്പം പിന്നെ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ് ഇത് ഇങ്ങനെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ ഞങ്ങൾക്ക് പിന്നെ നമ്മളറിയാമല്ലോ ഈ 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ വിഷയം, വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയം 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് VD സതീശന് പിന്നെ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് 10 മിനിറ്റിൻ്റെ എത്ര മിനിറ്റുകൾ കഴിഞ്ഞു എന്ന് ആലോചിച്ച് വേണം. എന്നിട്ട് എന്താ ഏറ്റവും അവസാനം പറയുന്ന അവിടെ ഏറ്റവും ഒടുവിലിരുന്ന അല്ലെങ്കിൽ പിന്നെ സർക്കാർ പോകുന്ന പോക്കിൽ ഈ വഖഫ് വിഷയം, അത് വഖഫ് ഭൂമി പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന പോർട്ടലുണ്ട്, ഉമീദ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. ആ ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ആക്കി വെച്ചിട്ടാണ് പോയത് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് പിന്നെ വഖഫ് ഭൂമിയാണ് എന്നാ പറഞ്ഞത്. അത് പണ്ടേ പറഞ്ഞു വെച്ചിരുന്ന അത് അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു പാണക്കാട് തങ്ങൾ ഹൈദരലി മറ്റോ ആണെന്നു പിന്നെ ഷറഫലിയോ മറ്റോ ആയിരുന്നു അവർ പിന്നെ ഇതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും ഉമീദ് പോർട്ടൽ അന്ന് ആയിട്ടില്ല, അന്ന് വഖഫ് ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പോർട്ടലിൽ ഉൾപ്പെടുത്തി. നേരത്തെ തന്നെ വഖഫ് ഭൂമിയായിരുന്നു, പിന്നെ ഇതിനെ പോർട്ടലിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് ആരുടെ തലയിൽ കൊണ്ടുവച്ചു? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുനമ്പം വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് തടി ഉയർന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. എന്ന് പറയുന്ന പോലെ ഇവിടെ ഇടതുപക്ഷ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് ജനങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കുക. എന്ന് വെച്ചാൽ എന്താ, തെറ്റ് ചെയ്ത മൊത്തം ഇവരാണ്, പിന്നെ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചിരുന്നാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ഇടതുപക്ഷത്തിനാണ് എന്ന് വരുത്തി തീർക്കുന്ന പുതിയ ഒരു തന്ത്രം കൊണ്ടുവരിക. VD സതീശൻ അങ്ങനെയാണ് പല കാര്യങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചു. ഉമീദ് പോർട്ടലിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാ. കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തു വെച്ചുകൊണ്ട് മുൻപത്ത് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ചെയ്തു വെച്ചുകൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കണം, മുഗളന്മാരുടെ ചരിത്രം പഠിക്കേണ്ട എന്ന് NEP-യിൽ പറഞ്ഞു. അതേസമയം ഇവിടെ എന്ത് ചെയ്തു? മുഗളന്മാരുടെ ചരിത്രം, കാരണം എന്താണ് കരിക്കുലം പിന്നെ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് കേരളം എന്ത് ചെയ്തു? മുഗളന്മാരുടെ ചരിത്രം പഠന വിധേയമാക്കി. ഇത് കൂടാതെ അറിയാമല്ലോ ഈ നമ്മുടെ സർവകലാശാലകളിൽ സംഖ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സംഖ്യവൽക്കരണം കൂടി വന്ന സമയത്ത് നമ്മുടെ V ശിവൻകുട്ടി എന്ത് ചെയ്തു? ഇവിടുത്തെ കുട്ടികൾക്കിടയിൽ ഗവർണറുടെ അധികാരം എവിടെ വരെ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഭരണഘടനാപരമായി ഗവർണറുടെ അവകാശങ്ങളും ഗവർണറുടെ പിന്നെ അധികാര പരിധിയും എവിടം വരെയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയ പാഠ്യപദ്ധതി രൂപീകരിച്ചിറക്കി. ആര്? ഇവിടുത്തെ സംസ്ഥാന സർക്കാർ. ഇത്ര തൻ്റെ ഇടത്തോടു കൂടി ചെയ്തു വെച്ച സർക്കാരാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട തന്ത്രം അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു സമീപനം ജനങ്ങളുടെ മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ അതിനകത്ത് ശരിക്കും പറഞ്ഞ് ഇവർക്ക് നിന്നേ പറ്റൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ SSAയുടെ ഫണ്ട് അനുവദിക്കില്ല എന്ന് കേന്ദ്രം അഡമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട്. കാര്യം ഇത് രണ്ട് കാലഘട്ടത്തിലുണ്ടായതാണ്. SSK ഫണ്ട് 2018 മുതലുള്ളതാണ്. നമുക്ക് കിട്ടേണ്ടത് 21, 22 മുതലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പം അത് തന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപ വരും. ആ സാഹചര്യം ഇരിക്കുമ്പോഴാണ് ഇവിടെ PM ശ്രീ പദ്ധതി പിന്നീട് വരുന്നത്. അപ്പം രണ്ടും ഉണ്ടായ കാലഘട്ടം വേറെയാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ? ഇവിടെ അതിനെ വെട്ടാൻ അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് MP-മാർക്ക് കഴിയാത്തതെന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. അവർക്ക് സഭയിൽ പോയി ലോക്സഭയിൽ ഈ വിഷയം ഉയർത്താം. ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചു മേടിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടുന്ന് 18 പേരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്താ അവരാരും ചെയ്യാത്തത്? മറ്റൊന്ന് വിട്ടേക്കൂ, പിന്നെ മറ്റേ സുരേഷ് ഗോപിയെ കളഞ്ഞേക്കൂ. കാര്യം സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് കേരളക്കാർക്ക് ബോധ്യപ്പെട്ടു.
അതുപോലെ തന്നെ ഈ 18 എണ്ണത്തിനെയും കൊണ്ട് ഒരു എന്ന് വെച്ചാൽ കേന്ദ്ര വാഴകൾ എന്ന് വേണം വിളിക്കാം. അതുപോലത്തെ അവസ്ഥയിലേക്കാണ് ആ എം പിമാർ പോകുന്നത്. അവർക്ക് എന്താണ് ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ അവർ പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയുടെ മുന്നിൽ പാട്ട് പാടിക്കൊണ്ട് നടക്കുകയായിരുന്നു അല്ലേ, വയറ്റുതടിപ്പാട്ടുമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഇവിടെ പിന്നെ ഇതിനെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് ഇടതുപക്ഷത്തെ കുറ്റം അല്ലെ കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ ഇതൊന്നും അല്ല, ഞങ്ങൾക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രീതി അവലംബിക്കാൻ ശ്രമിക്കുകയാണ്. ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുതാപരമായൊരു പ്രശ്നം. അപ്പം ഇതിനകത്ത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പം VD സതീശനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സൂചിപ്പിച്ചുകൊണ്ട് പോയേ പറ്റൂ, കേന്ദ്ര സർക്കാരിനെന്ന് മാത്രമല്ല സംഘികളെ സൂചിപ്പിച്ച് പോയേ പറ്റൂ എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. നമുക്കറിയാം എല്ലാവരുടെയും നിയമനം എടുത്ത് പരിശോധിക്കുമ്പോഴും കേരള നിയമസഭയിൽ പോലും പിന്നെ വന്ദേമാതരം ആലപിക്കേണ്ടി വന്ന സാഹചര്യമാണെങ്കിലും ആർലേക്കറിൻ്റെ ഇവിടത്തേക്കുള്ള ഇടപെടലാണെങ്കിലും ശരി, ഈ പറയുന്ന നമുക്ക് പിന്നെ നമ്മുടെ രത്തൻ യു ഖേൽക്കറെ പോലെയുള്ള ആൾക്കാരുടെ നിയമനങ്ങളാണെങ്കിലും ശരി, ഏതെടുത്ത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാലും ഈ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിനെ എങ്ങനെ തിരുമി സൂചിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വലിയ കാര്യക്ഷമമായ ആലോചനയിലാണ്. അതുതന്നെയായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെ പദ്ധതികൾ കേന്ദ്രം മൂളിക്കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്.